ഹലോ ഗൈസ്, അനുമോളും ആര്യനും തമ്മിലുള്ള കെമിസ്ട്രി എന്ത് തോന്നുന്നു ഗൈസ്? അനുമോളും ആര്യനും തമ്മിൽ ലവാണ്. അനുമോളും ആര്യനും തമ്മിൽ എന്തോ ഒരു ഡിങ്കോളിഫിക്കേഷൻ ലവ് ഉണ്ട്. അതായത് അവർ തമ്മിൽ കണ്ണും കണ്ണും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ കമൻറ്റ് ചെയ്യണൊക്കെ കണ്ട് ഗൈസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നല്ല രസമുള്ള ഒരു കെമിസ്ട്രി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് പ്രേമമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നല്ല സൗഹൃദമായിട്ട് തോന്നുന്നത്. അത് മനസ്സിലായത് എനിക്കങ്ങനെ തോന്നാൻ കാരണം അന്നാ മറ്റേ സദാചാരപ്പോലെ ജിസയിലും ആര്യനും തമ്മിൽ അവർ ഉമ്മ വെച്ച് ഞാൻ കണ്ടു ലാലേട്ട എന്ന് പറഞ്ഞൊരു സംഗതിയില്ലേ, അവളതിൽ ഉറച്ചിരുന്നു. അവൾക്ക് ചിലപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ നുണ പറഞ്ഞായിരിക്കും, എന്തായിക്കോട്ടെ. അതിലൊരു കുശുമ്പ് അസൂയൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. രാത്രി ഇന്നലത്തെ എപ്പിസോഡിൽ ശ്രദ്ധിച്ചാൽ കുഴച്ചിലാവും. അനുമോള് അവളാകെ പ്രാന്ത് പിടിച്ച മാതിരി അവൾ നടത്തുള്ള സമയത്ത് അനുമോളോട് ചോദിച്ച കാര്യങ്ങൾ അനുമോൾ തിരിച്ച് കൗണ്ടർ കൊടുത്തതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്? അനുമോളെ കല്യാണമൊക്കെ കഴിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വരുമോ, എൻ്റെ കാവുക വരുമോ, സേവ കിട്ടില്ലേ, ഇതൊക്കെ ചോക്കേണ്ട സമയത്ത് അവൾ തിരിച്ച് അതേപോലെ മറുപടി കൊടുക്കണം. നമ്മൾ ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയില്ലേ, നാട്ടിൻപുറത്തൊരു പ്രയോഗമാണ് ഉരുളക്കുപ്പേരി എന്ന് വെച്ചാൽ ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പറയും. നമ്മൾ പോടാ എന്ന് പറഞ്ഞാൽ നീ പോടാ എന്ന് പറയില്ലേ, അതുപോലുള്ളൊരു സംഭവം. നല്ല രസമുണ്ടായിരുന്നു എനിക്കത്, ആ ഒരു കെമിസ്ട്രി കാണാൻ. പള്ള നിറച്ച് കിട്ടിയിട്ടുണ്ട് ആര്യന്. തിരിച്ച് അനുമോളേന് നല്ല രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ, എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട് ഇവിടെ അനുമോൾ ആര്യരോട് ചോദിക്കണേ, എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെ വന്ന് മറ്റേ ഇതിട്ട് ഇയാളുടെ ഇതിട്ടുണ്ട് എന്ന് പറയാൻ ആൾക്ക്. അപ്പോൾ നിനക്ക് സ്നേഹം കിട്ടുന്ന അനുമോൾ, എനിക്കും കിട്ടുന്നുണ്ട് കുറേ ആൾക്കാരുണ്ട്, പിന്നെ എന്താ പ്രശ്നം, നീ ഹാപ്പി അല്ലേ ചോദിക്കും. ഞാൻ ഹാപ്പിയാണ്, നിനക്കെന്താണ് പ്രശ്നം? അപ്പോൾ എൻ്റെ സ്നേഹവും കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്നേഹമൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അനുമോൾ നിഷ്കളങ്കയായ ഒരുത്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേസ്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് കുശുമ്പ്, കുറച്ച് അസൂയ അല്ലേ, അതുപോലെ കുറച്ച് പരദോഷം, കുറച്ച് കുലസ്ത്രീ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷെ എന്തായാലും ഒരു കുടുംബ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള ഒരുത്തിയുടെ അനുമോളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അനുമോൾ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി കുറേ കളികൾ കളിക്കുന്നുണ്ട്. അത് അനുമോളോട് നമുക്ക് ദേഷ്യമില്ല തോന്നുന്നത്, അങ്ങനെ എയ്യടാ ഇതൊരു തോന്നില്ലേ, അങ്ങനെയാണ് ഗൈസ് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ മസ്താനിയോട് തോന്നണ പോലെ, അല്ലെങ്കിൽ ആദിലടത്ത് ചില സമയത്ത് ഭയങ്കര വെറുപ്പിരുപോലെ തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംഭവം അനുമോളുടെ കണ്ട് തോന്നുന്നില്ല കേസ്. ഇനി അനുമോളുടെ പി ആറാണ് ഞാൻ എന്നുള്ള രീതിയിൽ ആരും അങ്ങനെ പറയാൻ നിൽക്കണ്ട. അനുമോളുടെ പി ആറൊന്നുമല്ല, ഞാൻ ആരും പി ആറൊന്നുമല്ല. ഞാനിവിടെ പറഞ്ഞു തരുന്നത് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അനീഷാണ് കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെ മാറി മറിഞ്ഞു വരും, അവരുടെ പെർഫോമൻസിനനുസരിച്ച് ഇരിക്കും അവിടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് അനുമോൾ ദുഷ്ടബുദ്ധിയായിട്ടോ എനിക്ക് തോന്നുന്നില്ല. അനുമോൾ എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ അടുത്ത വീട്ടിലൊരുത്തി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ, അങ്ങനെയൊക്കെ തോന്നില്ലേ, അതുപോലെയൊക്കെ തോന്നില്ലേ. ഇവളെന്ത് തേങ്ങ കാണിക്കണത്, അങ്ങനെയൊക്കെയാണ് നമ്മളിത് കാണുന്ന സമയത്ത്, ലൈവ് കാണുന്ന സമയത്ത്, എപ്പിസോഡ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നിട്ട് അങ്ങനെ തന്നെ പോകണടി, ഇത് അങ്ങനെ ചെയ്തിട്ടല്ലേ, അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്താ വെച്ചാൽ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ അവളോടുള്ള ദേഷ്യം കൊണ്ടും ഇന്നും വല്ലാണ്ട് ആരാധന അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ പി ആറുകാർ പറയണ പോലെ ചെയ്യണ പോലെ ആരാധന, വല്ലാണ്ട് എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുക, ആ ഒരു സംഗതി ഒന്നല്ല. അനുമോളേന് എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത വീട്ടിൽ വരുത്തി, അല്ലെങ്കിൽ നമ്മുടെ കസിൻ, അവൾ തുടങ്ങി എന്താ ചെയ്യുക. പിന്നെ ഇവളെന്തിനാണ് ആദിലിനൂറുടെയും കാര്യത്തിൽ ഇടപെടണത്, ഇവന്തിനാണ് അവരുടെ വാലായിട്ട് നടക്കണത്, ഇവൾക്ക് ഒറ്റയ്ക്ക് കളിച്ചുകൂടെ, ഇങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. അത് നമുക്കൊരാളെ കൂടെ അങ്ങനെയൊക്കെ തോന്നുന്നത് എന്താ പറയുക, ഇപ്പോൾ അനീഷിൻ്റെ കാര്യത്തിൽ തോന്നും, ഇവൻ എന്തിനാണ് ഷാനവാസിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നും ചില സമയത്തൊക്കെ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവരോട് ക്ലോസ് ടു ഹാർട്ടായിട്ട് നമുക്ക് തോന്നുകയാണ്. അത് മറ്റ് പല കണ്ടസ്റ്റൻറ്റുകളോട് അങ്ങനെ തോന്നുന്നില്ല. അതെന്താണെന്നാവുക, ഈ അനുമോളോടും അനീഷിനോടാണ് എനിക്കങ്ങനെ തോന്നണത് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്തായാലും ആര്യനും അനുമോളും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നത്, അല്ലെങ്കിൽ നല്ല രസമുണ്ട് അവർ രണ്ടുപേരും അവിടെ വേണം. അവർ ടോപ്പ് 5 രണ്ടെണ്ണം അവിടെ വരണതാണ് എൻ്റെ ഒരു ആഗ്രഹം ഗൈസ്. ജിസയിൽ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നുണ്ട്. ജിസയിൽ അധികം വൈകാണ്ട് 2 ആഴ്ച ഉള്ളിലൊക്കെ തീർക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ആദിലെന്ന് അവിടെ പോയി കിട്ടണം, പിന്നെ സാബുവാനൊക്കെ പോയി കിട്ടണം. എന്നിട്ട് ബാക്കി അരിച്ചു പെറുക്കിയുള്ള കുറച്ച് ആൾക്കാർ, നോണിയല്, അങ്ങനെ കുറേ ആൾക്കാർ പോകാനുണ്ടായിൽ. ടോപ്പ് 5 എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ കേസ്, അതുപോലെ ആവണമെന്നില്ല. പ്രത്യേകത വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ആഗ്രഹമാണ് പറയണത്, അല്ലാണ്ട് അവരുടെ പെർഫോമൻസ് അടിപൊളിയായതുകൊണ്ട് അവരവിടെ നിൽക്കും അങ്ങനെ വെച്ചിട്ട് ഞാൻ പറയണതൊന്നുമല്ല കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ അനുമോൾ അവിടെ വേണം, അനീഷ് അവിടെ വേണം, ഷാനവാസ് അവിടെ വേണം, ഡെവിൻ അവിടെ വേണം, ധാരാളം കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ. അതേപോലെ തന്നെ പിന്നെ ആരോ പറഞ്ഞു, ചെക്കൻ മുകളിൽ ആകാശ താഴെ ഭൂമി, ചേട്ടാ നമ്മളിപ്പോൾ എന്താ പറയുക, ആര്യനൊക്കെ അവിടെ വേണം. അപ്പം അങ്ങനെ അവസാനത്തെ 7 അവസാനത്തെ 7 8 പേര് 10 പേര് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനിയും കുറച്ചും പോകാണ്ട് 2-3 ആഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം തീ പറന്ന പോരാട്ടങ്ങളായിരിക്കും തോന്നുന്നു കേസ്. അപ്പോൾ അനുമോൾ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ടാവും. അതേപോലെ ആദില പോയിട്ടുണ്ടെങ്കിൽ 100 അവിടെ ഒറ്റയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടാവും തോന്നുന്നു കേസ്. അതിൽ തന്നെ വെറുത്ത് കിട്ടോ, സത്യം പറയാലോ, വെറുത്ത്
വെറുക്കുക എന്ന് പറഞ്ഞു ആ വെറുപ്പ് ഹീറ്റഡ് അങ്ങനെ വിചാരിക്കണം. നമ്മൾ വെറുപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു സംഗതി പോലെ തോന്നുന്നുണ്ട് കേസ്. എന്തായാലും അനുമോളെ മുത്താണ്, നല്ല രസമുണ്ട്. അനുമോൾ ഇതിലെ അനുമോളുടെ ഒരു കാര്യം വെച്ചോ, അവൾ പിണങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ സംഭവമൊക്കെ ഇട്ട്. അതേപോലെ മറ്റേ നെവിൻ അവിടെ കിടക്കുന്ന സമയത്ത് അനുമോൾ ഇങ്ങനെ വന്നിട്ട് ഒരാളും മൈൻഡ് ചെയ്തില്ല. അവളിങ്ങനെ അടുത്ത് വന്നിട്ട് എന്നാൽ അവളവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് കാണിക്കാൻ പോകണമല്ലോ, ഞാനിവിടെ ഉണ്ട് ഇതൊന്നും കാണിച്ചു കൊടുക്കണമല്ലോ. നെവിൻ അവിടെ കിടക്കുമ്പോൾ നെവിൻ്റെ കൂടെ മണ്ടക്കൂടെ വന്നിട്ട് ഒരു കുത്തിയിട്ട് പോകണം. അപ്പോൾ നെവിൻ എന്താ നോക്കണേ. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും ഇത് ചെയ്യണ ഒരു കാര്യമാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മളും ഒരാളുടെ അടുത്ത് തെറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു പിണങ്ങിയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യില്ല, ചെറിയ കുട്ടികളൊക്കെ ചെയ്യില്ല. ആ ഒരു സംഗതി പോലെയാണ് അനുമോളുടെ തോന്നിയത് കേസ്. അനുമോളിനെ ചിലവരൊക്കെ കമൻറ്റിൽ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നതൊക്കെ ഉണ്ട്. അനുമോൾക്ക് പ്രായത്തിൽ കല്യാണം കഴിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണെന്നൊക്കെ. അവൾക്ക് ചെക്കനെ കിട്ടാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല അനുമോൾക്ക്, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ അനുമോൾ കുറച്ച് നിഷ്കളങ്കയും കുറച്ച് കുശുമ്പും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല, അതുപോലുള്ള വ്യക്തിയാണ്. അപ്പോൾ അവൾക്ക് അങ്ങനെയുള്ള ഒരുത്തനെയാണ് വേണ്ടത്. പിന്നെ അവൾ കല്യാണം കഴിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ അങ്ങനെയൊന്നും പറയണതിൽ എനിക്ക് തോന്നുന്നില്ല കേസ്. അതെന്താ ഇപ്പോൾ എന്തായാലും അനുമോൾ മുത്താണ്, നമ്മുടെ മുത്തുമണിയാണ് അനുമോൾ. ഗൈസ് ആദ്യമായിട്ട് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യട്ടോ.